അസ്സാം വലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് കുട്ടികളൊക്കെ ഉണ്ട് കൂടെ. ഞങ്ങൾ 4 ആളും കൂടെ ഷോപ്പിലേക്ക് പോവുകയാണ്. പിന്നെ വളാഞ്ചേരി കുറ്റിപ്പുറം വഴി ചെമ്പ്രവട്ടം അങ്ങനെ പോയിട്ട് കർമ്മ റോഡ് പോയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ താനാളൂർ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെതാണ് നമ്മൾ കർമ്മ റോട്ടിലേക്ക് ചെമ്പ്രവട്ടത്തു നിന്ന് ലെഫ്റ്റ് റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഈ യാത്രയോട് ഭയങ്കര ഇഷ്ടം വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉമ്മാനോട് പറയും നമുക്ക് ടൂറ് പോവാം, സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് പോട്ടെ എന്ന് നിൽക്കുമ്പോൾ പറയും പറ്റില്ല, സ്കൂളിൽ നിന്ന് ടൂർ പോകാനൊന്നും പറ്റില്ല, ആണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയിക്കോളിയാറ്. അപ്പോൾ അങ്ങനെ അവിടെ ഒറ്റ ടൂറിനും അയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് ഭയങ്കര മനസ്സിലിങ്ങനെ ഒരു സങ്കടമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നപ്പം ഇനി പോവാൻ, കല്യാണം കഴിയണ്ട എന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞേക്ക് പിന്നെ ആദ്യമൊക്കെ നിൽക്കാതെ കഴിഞ്ഞേക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോയിരുന്നു കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞേക്ക് പിന്നെ എങ്ങോട്ടും പോവാതായി, പിന്നെ പറഞ്ഞാലും പോവാതായി. പിന്നെ കുറച്ച് നമ്മൾ ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ള യാത്രയായി. അപ്പോൾ ഒരു എന്താ പറയുക, എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു യാത്ര കേട്ടോ ബിസിനസ് യാത്ര. ആ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് മാത്രം പോവുക വരിക. അപ്പം അങ്ങനെ ആകുമ്പോൾ അതൊരു ചടപ്പായി. പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും ശരിയാവില്ല, ഇങ്ങനത്തെ പോക്ക് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ പോകാൻ തന്നെ പറ്റണം, എന്നാലാണ് നമുക്ക് എന്താ പറയുക ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ 2017 ഞാൻ മോന് ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. ഈ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ലൈസൻസ് എടുത്തിട്ട് പിന്നെ പിന്നെ വണ്ടിയൊന്നുമില്ല. വീട്ടിൽ വണ്ടി ഉണ്ട്, പക്ഷെ ആരും ഒന്ന് എയിമാക്കി തരണമൊന്നുമില്ല. എന്താണെന്നറിയില്ല, നമ്മൾ വണ്ടി എടുത്ത് പോകുക വെച്ചിട്ടാണോ എന്താണെന്നറിയില്ല, വണ്ടിയൊന്നും ആരും എയിമാക്കി തരുന്നില്ല. അപ്പം അങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടും പോകാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ കാത്തിരുന്ന് 2024 ഞാൻ വണ്ടി എടുത്തിട്ടോ. വണ്ടി എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങിയത്. അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പം ഇനി എന്താണ്, ഒരാളെ കാത്തിക്കണ്ട, മക്കളായിട്ട് നമുക്ക് എങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എടുത്ത് പോവാം. അപ്പം അങ്ങനത്തെ ഒക്കെ പല ഗുണങ്ങളും ഉണ്ട്. ഡ്രൈവിങ് പഠിക്കണമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭർത്താക്കന്മാരെ ഒഴിവുപോലെ നമ്മൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, അവരെ ഫ്രീ ആവണവരെ കാത്തിക്കണം. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് മൈൻഡ് എപ്പോഴും റീഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യണം കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ അത് കുട്ടികളെ കൂടെ ആകുമ്പോൾ അത് പൊളിയാണ് കേട്ടോ. എന്താ വേണ്ടി ഓരോന്നോരോന്ന് പറഞ്ഞ എനിക്കെന്താ വേണ്ടേ, പിന്നെ എനിക്കെന്താ വേണ്ടേ പറയ്. മോനുക്കെന്താ വേണ്ടി? ഞങ്ങൾക്കോ ഐസ്ക്രീം മതിയാ? കുട്ടികളൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു, ഞാവൽപ്പഴം നോക്കണം കേട്ടോ. അവനെ വിളിച്ചപ്പോൾ അവൻ ഫോട്ടോ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ. നല്ല സൺസെറ്റുള്ള സമയമാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു വ്യൂ കാണാൻ. പിന്നെ പൊതുവെ പുഴക്കരയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണല്ലോ. അപ്പം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ കുട്ടികൾ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഐസ്ക്രീം ഒഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ അവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ട് തിന്നാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കണ കാര്യം കേട്ടോ അങ്ങനെ യാത്ര പോകണം. അധികം ആൾക്കാർക്കും ഇഷ്ടം എൻ്റെ ഫാമിലീൻ്റെ കൂടെ പോവുക, ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അങ്ങനെ പോവുക എന്നൊക്കെ ആയിരിക്കും. പക്ഷേ പല ആൾക്കാർക്കും അങ്ങനെ ഒരു അവസരം
ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് അങ്ങനെ ഒരു അവസരം കിട്ടുള്ളൂ. മിക്കവാറും ഒരുപാട് ആൾക്കാർക്ക് അവർ എന്താ പറയുക, ആണുങ്ങൾക്കും കൂടെ ആ ഒരു മൈൻഡ് വന്നാലാണ് കേട്ടോ അങ്ങനെയൊക്കെ എന്താ പറയുക ഓലെ ടൈം ഓല് കണ്ടെത്തിയിട്ട് അങ്ങനെ കുട്ടികളെയും മക്കളൊക്കെ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ഒന്നും ഓക്കെ ആവില്ല. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെ സന്തോഷങ്ങളൊക്കെ എന്താ പറയുക അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇറങ്ങിയാലേ സാധിക്കുള്ളൂ കേട്ടോ. നമ്മളെ സന്തോഷങ്ങളൊന്നും ചിലപ്പോൾ നമ്മളെ ചുറ്റുള്ള ആൾക്കാർക്കൊന്നും അതൊരു ഒന്നും ആവില്ല. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ എന്താ പറയുക ആഗ്രഹം സാധിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവുക, എനർജി ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഞാനും ഇതുപോലൊരു 8 വർഷത്തോളം ഞാനും ഒരു ഭയങ്കര മൈൻഡ് ഒക്കെ ഇതായിട്ടൊരു വീട്ടിൽ തന്നെ അധികമൊക്കെ, പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോകും അതുപോലെ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഡിപ്രഷൻ അടിച്ചിരിക്കും. ഇതുപോലെയൊക്കെ ഒന്ന് പുറത്ത് പോയി അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകണം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകണം എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ ലൈഫിൽ നമ്മൾ വിചാരിച്ചാൽ അതൊന്നും സാധിക്കണ കാര്യമില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, ചില ആൾക്കാർക്ക്, കൂടുതലും ആൾക്കാർക്ക് അങ്ങനെയാണ്. പുറത്ത് പോകാനൊന്നും അങ്ങനെ വേഗം ഒന്നും പോകാനൊന്നും കഴിയില്ല. അതിന് വേണ്ടിയിട്ട് എപ്പോഴും പോണ ആൾക്കാർ അതും ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങൾ മൂടി വെച്ചിട്ട് ഒരിക്കലും ജീവിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മളേ ഉള്ളൂ, വേറെ ആർക്കും അതൊരു ഒത്തിരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കുട്ടികളാകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുനടക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് എവിടേക്ക് പോവുകയാണെങ്കിലും അനിയന്മാരെ അനിയത്തികളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പോവുക. നമുക്ക് ഒരു എന്താ പറയുക മിസ്സായ കാര്യങ്ങൾ അവർക്ക് മിസ്സാവരുത് എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അത് കാരണം മക്കളും അതേപോലെയാണ്. അൽഹംദുലില്ലാ, അച്ഛനോട് ഞാൻ സ്തുതി പറയാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ട് കുറേ ക്ഷമിക്കേണ്ടി വരും കേട്ടോ. ക്ഷമ നല്ലോണം ആവശ്യമാണ് ജീവിതത്തിൽ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞാലെങ്കിലും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ 3 നാളായിട്ടൊന്നും അങ്ങനെ ഒന്നിച്ചങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കാനും ഒന്നും വയ്ക്കൂല. അപ്പോൾ നമ്മളതുപോലെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ. നമ്മൾ ഒഴിവുള്ള ഒരു ബാമ്പൂൻ്റെ ആ ചെടീൻ്റെ അവിടെ മാത്രം ഇറങ്ങിയിട്ടൊന്ന് ഫോട്ടോ എടുത്തു, വേറെ ഉള്ളിടത്തൊന്നും നിർത്തിയിട്ടില്ല. പിന്നെ ഒരു ഐസ്ക്രീം മരം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ.